വീണ്ടും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടതും വസുമതി കണ്ണുകൾ ഇറുകിയടച്ച് ചുണ്ടൊന്ന് കൂർപ്പിച്ചു. കാലമാട ഇനി എന്താണ് ഉടച്ചത്? വസുമതി ബെഡ്റൂം ആകമാനം മനസ്സിലേക്കൊന്ന് ആവാഹിച്ചു. ഉടയുന്നൊന്നും ഇനി അവിടെ ബാക്കിയില്ലല്ലോ. ദേവി, ആ മൂലയ്ക്കുന്ന സ്റ്റാച്ചു ആണോ ഇനി അങ്ങനെ എടുത്തെറിഞ്ഞത്? ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ വസുമതി വാതിൽക്കൽ വന്ന് എത്തി നോക്കി. 10-15 കഷ്ണങ്ങളായി ചിതറിയെടുക്കുന്ന പ്രതിമ കണ്ടതും ഒന്ന് ഞെട്ടിയെങ്കിലും വസുമതിയുടെ മനസ്സൊന്ന് കുളിരണിഞ്ഞു. കല്യാണത്തിന് അങ്ങയുടെ മുൻകാമുകി കൊടുത്താണ്. അത് കാമുകിയായിരുന്നു എന്ന് വസുമതി അറിയാൻ ഇച്ചിരി വൈകിപ്പോയതുകൊണ്ടാണ് അതിനവിടെ സ്ഥാനം കിട്ടിയതും. നല്ല ഭംഗിയുള്ള യുവമിഥുനങ്ങളുടെ അത്യാവശ്യം വലിപ്പമുള്ള പ്രതിമയായതുകൊണ്ട് അത് അവിടുന്ന് മാറ്റാൻ സഹദേവൻ സമ്മതിച്ചില്ല. അത് കാണുമ്പോഴൊക്കെ മനസ്സിലുണ്ടാവുന്ന കുത്തൽ വസുമതി അടക്കി നിർത്തി. എങ്കിലും ചില സന്ദർഭങ്ങളിൽ അതെടുത്ത് സഹദേവന്റെ തലമണ്ടക്കൊന്ന് കൊടുക്കാനും അവൾക്ക് തോന്നാറുണ്ട്. സുമുഖനും സുശീലനും മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലാത്തവനുമായ സഹദേവന് ഒരേ ഒരു ദുർഗുണമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലാണ്ട് അങ്ങ് കലി കയറിയാൽ കൺമുമ്പിൽ കാണുന്നൊക്കെ എറിഞ്ഞു പൊട്ടിക്കും. ആദ്യമായി ഇത് കണ്ട് ഭയപ്പെട്ട വസുമതി പിന്നെ അങ്ങ് ബുദ്ധിമതിയായി. പൊട്ടുന്നതും തന്റേതുമായ സാധനങ്ങളൊക്കെ സഹദേവന്റെ കണ്ണിൽ പെടുന്നിടത്തുനിന്നും അവൾ മാറ്റിവെച്ചു. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹദേവന്റെ കയ്യിൽ തടയും. പക്ഷെ അതങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ സഹദേവന്റെ കലിയും തീരും. അത് കഴിഞ്ഞാൽ 5 മിനിറ്റ് തികച്ചും വേണ്ട സഹദേവന്റെ കലിയടങ്ങാൻ. ആ സമയത്ത് നിയന്ത്രിക്കാൻ ചെല്ലരുതെന്ന് വസുമതി പഠിച്ചതിന്റെ സ്മാരകമായി അവിടെ നെറ്റിയിലൊരു പാടുമുണ്ട്. വാരി വലിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് വലിച്ചെറിഞ്ഞ സാധനങ്ങൾ യഥാസ്ഥാനത്ത് എടുത്തുവെച്ച് ഇനി എന്തെങ്കിലും പൊട്ടിച്ചിതറിയിട്ടുണ്ടെങ്കിൽ ചൂലുമായി വന്ന് അതൊക്കെ പെറുക്കി കൂട്ടി തികഞ്ഞ മര്യാദരാമനായി പുറത്തേക്ക് വരുന്ന സഹദേവനെ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും വസുമതിക്ക് ചിരിയും വരാറുണ്ട്. പതിവ് പോലെ പെറുക്കി കൂട്ടിയ പ്രതിമ കഷ്ണങ്ങൾ എടുത്ത് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ സഹദേവൻ വസുമതി ഒന്ന് പാളി നോക്കി. തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടും ബെഡ്റൂമിൽ നിന്ന് പുറത്തു കടത്താൻ പറ്റാതിരുന്ന സഹദേവന്റെ പഴയ കാമുകിയുടെ സമ്മാനം അയാളുടെ കൈകൊണ്ട് തന്നെ നശിപ്പിക്കപ്പെട്ടതിന്റെ സന്തോഷം വസുമതി പാൽപ്പായസത്തിന് വെച്ചുണ്ടാക്കി ആഘോഷിച്ചു. ഗൾഫുകാരനെ കണ്ടപ്പോൾ അങ്ങനെ തേച്ചു പോയവളാ കല്യാണത്തിന്റെ അന്നൊരു ഉണക്ക പ്രതിമയായിട്ട് വന്നത്. അതുകൊണ്ട് ചിരിച്ചോണ്ട് ഒലിപ്പിച്ചെന്ന് അതും വാങ്ങി അങ്ങനെ ബെഡ്റൂമിൽ കൊണ്ട് വെച്ചേക്കുന്നു. പൊട്ടുന്നതെന്ന് ഉറങ്ങുന്നതായതൊന്നും വീട്ടിൽ കൺവെട്ടത്ത് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സഹദേവന്റെ സ്നേഹത്തിൽ വസുമതി ആകെയുള്ള ആ ദുശീലം ക്ഷമിക്കാൻ തയ്യാറായി. സഹദേവൻ താണ്ഡവം തുടങ്ങിയാൽ ആദ്യം തന്നെ അടുക്കളയിലേക്കുള്ള വാതിൽ വസുമതി അടച്ചിടാറാണ് പതിവ്. ദേഷ്യവുമായി സഹദേവൻ അടുക്കളയിൽ മാത്രം പ്രവേശനമില്ല. അങ്ങനെ ഇരിക്കെയാണ് മ്യാവു എന്ന സിനിമയിൽ സൗബിൻ ഷായറിനോട് വല്ലാതെ ദേഷ്യം വരുമ്പോൾ കുറച്ച് പ്ലേറ്റുകൾ എറിഞ്ഞ് പൊട്ടിച്ചാൽ അല്പം സമാധാനം കിട്ടുമെന്ന് യോഗഗുരു ഉപദേശിക്കുന്നു. സൗബിൻ അതുപോലെ പ്ലേറ്റുകൾ എറിഞ്ഞുടച്ച് ദേഷ്യം തീർക്കുന്നു സഹദേവൻ കാണുന്നു. സിനിമ കാണുന്നതിൽ അർദ്ധഗർഭമായി തന്നെ നോക്കിയ സഹദേവനോടായി വസുമതി അമർത്തിയൊന്ന് മൂളി. അന്നൊരു ദിവസം സഹദേവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വസുമതി കുളിക്കാൻ കയറിയിരുന്നു. ബൈക്കിന്റെ താക്കോല് സാധാരണ വെക്കുന്നിടത്ത് എവിടെയും കണ്ടില്ല. എല്ലായിടത്തും നോക്കിയെങ്കിലും താക്കോല് കിട്ടിയില്ല. സ്വാഭാവികമായും സഹദേവന്റെ മനസ്സിൽ കുറ്റം വസുമതിയുടേതായി. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണില്ല, അവളെങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. വസുമതി എന്തിനു വണ്ടിയുടെ താക്കോലിക്കണമെന്ന് ലോചിക്കുന്നു. അപ്പോൾ സഹദേവന്റെ മനസ്സിൽ പ്രസക്തിയില്ല. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ചിലും ചിലും എന്നൊരു ശബ്ദം വസുമതിയുടെ ചെവികളിൽ എത്തിയത്. എന്റെ ദേവി, അങ്ങനെ അടുക്കളയിൽ കയറിയോ? ഒറ്റ കുതിപ്പിന് അടുക്കള വാതിൽക്കെത്തിയ വസുമതി അവിടെ കണ്ട ഹൃദയഭേദകമായ കാഴ്ചയിൽ സപ്തനാടികളും തളർന്നു നിന്നു. ചില്ലറമാരയിൽ നിന്നും പുറത്തെടുക്കാൻ പോലും വസുമതി മടിക്കുന്ന ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഡിന്നർ സെറ്റ് പൊട്ടിച്ചിതറിയത് വസുമതിയുടെ ഹൃദയമായിരുന്നു. മിക്ക വീടുകളെയും സമ്പാദ്യമായ ഒരിക്കലും ഉപയോഗിക്കപ്പെടാൻ ഭാഗ്യമില്ലാതെ ചില്ലുകൂട്ടിൽ കിടക്കുന്ന അനേകം ഡിന്നർ സെറ്റുകളുടെയും ചില്ലുപാത്രങ്ങളുടെയും കമനീയ ശേഖരം വസുമതിക്കുണ്ടായിരുന്നു. സഹദേവനെ പേടിച്ച് എല്ലാ അടുക്കളയിലാണ് സൂക്ഷിക്കാറുള്ളത്. ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന വസുമതിയെ കണ്ടതും സഹദേവന്റെ ദേഷ്യം അപ്പോൾ തന്നെ പെട്ടിയും കിടക്കെടുത്ത് സ്കൂട്ടായി. വസു ഭദ്രകാളിയായി ഉറഞ്ഞു തുള്ളുന്നതിന് മുമ്പ് സഹദേവനെല്ലാം തൂത്തുവാരിയെടുത്ത് പുറത്തുകൊണ്ടേ കളഞ്ഞു. തിരികെ അകത്തേക്ക് കയറും മുമ്പെയാണ് വെറുതെ ഒന്ന് പോക്കറ്റിൽ കൈയിട്ടത്. അതാ പോക്കറ്റിൽ നിന്നും വിരൽ തൂങ്ങി പൊങ്ങി വരുന്നു കാണാതെ പോയ താക്കോൽ. ഇനിയും വസുമതിയെ നേരിടാൻ ധൈര്യമില്ലാതെ അപ്പൊ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോയി സഹദേവൻ. വസുമതി മറ്റെന്തോ സഹിക്കുമായിരുന്നു. പൊന്നുപോലെ സൂക്ഷിച്ച തന്റെ ചില്ലുപാത്രങ്ങൾ. രാത്രിയിൽ തിരികെത്തിയ സഹദേവന്റെ കയ്യിലെ കവറുകളിൽ ഐസ്ക്രീമിനും പലഹാരങ്ങൾക്കും ഒപ്പം നല്ലൊരു സാരിയും ഉണ്ടായിരുന്നു. പക്ഷെ സഹദേവൻ പ്രതീക്ഷിച്ച പോലെ നല്ല സംഭവിച്ചത് വസുമതി ശാന്തിയായിരുന്നു. ഒരുപക്ഷെ പതിവിലും അധികം. ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുന്ന വസുമതിയെ കണ്ടപ്പോൾ സമാധാനമായെങ്കിലും ചെറിയൊരു പേടിയും സഹദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു. രാവിലെ കുളിച്ച് പ്രാതലൊക്കെ കഴിച്ച് ജോലിക്ക് പോകാനായി വേഷം മാറാൻ സഹദേവൻ മുറിയിലെത്തി. വസു! പ്രേയത്തെ കണ്ടുപോലുള്ള സഹദേവന്റെ വിളിയേട്ടതും അത് പ്രതീക്ഷിച്ച പോലെ വസുമതി മുറിയിലെത്തി. കീറി പറഞ്ഞ ഷർട്ടുകളും കയ്യിൽ പിടിച്ച് അന്തമിട്ട് നിൽക്കുന്ന സഹദേവനെ വസുമതി കണ്ടു. എലി കരണ്ടതുപോലെ തലങ്ങും വിലങ്ങും വെട്ടിക്കീറിയിരിക്കുന്ന സഹദേവന്റെ ഷർട്ടുകൾ. സഹദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ അതിട്ടാൽ തനിക്ക് നല്ല കോൺഫിഡന്റ് ആണെന്ന് പറയുന്ന നീല ഷർട്ട് ഉൾപ്പെടെ നല്ല ഷർട്ടുകളെല്ലാം ഉപയോഗശൂന്യമായിരുന്നു. ഒന്നും മനസ്സിലാവാതെ കയ്യിലെ ഷർട്ടിലേക്കും വസുമതിയെ മാറി മാറി നോക്കുന്ന സഹദേവനെ കണ്ട് വസുമതി വിടർന്നു ചിരിച്ചു. പിന്നെ ഒരു ചിരിയോടെ സഹദേവന്റെ നെഞ്ചിലേക്ക് അങ്ങ് ചേർന്ന് നിന്നു. ആകെയുണ്ടായിരുന്ന 5-6 രോമങ്ങളിൽ വിരലോടിച്ചുകൊണ്ട് മൊഴിഞ്ഞ്.
അതില്ലേ സാഹു ഏട്ടാ, ഏട്ടൻ പറയാറില്ലേ ഏട്ടന് ദേഷ്യം വെറും 5 മിനിറ്റ് കൊണ്ട് തീരുമെന്ന്. അപ്പൊ എന്തെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞ ഒരു സമാധാനാണെന്ന്. ഇന്നലെ എനിക്കത് ശരിക്കും മനസ്സിലായത്. ഇവളിതെന്ത് തേങ്ങയാണ് ഈ പറയുന്ന ഭാഗത്തിൽ നോക്കിയ സഹദേവനെ നോക്കി വസുമതി ഒന്ന് കുണുങ്ങി. ഇന്നാണ് ഞാനൊരു ഹിന്ദി സിനിമ കണ്ടായിരുന്നേ. അതിലൊരു പെണ്ണ് അവക്കടെ കെട്ടിയോട് ദേഷ്യം പിടിച്ചപ്പോൾ അയാളുടെ ഡ്രസ്സെല്ലാം എടുത്ത് പറിച്ച് ചീന്തി കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് അവള് പറയുവാ ഇപ്പൊ നല്ല സമാധാനം തോന്നുന്നുണ്ടെന്ന്. അന്നേ ഞാനത് ചെയ്തു നോക്കണമെന്ന് കരുതിയതാ. ഏട്ടന് മാത്രം പോലെ സമാധാനം. സത്യം പറയാ സഹുവേട്ട, ആ ഷർട്ടൊക്കെ കീറിയപ്പോ എന്തൊരു സമാധാനം. സഹദേവനിൽ നിന്ന് ശബ്ദമൊന്നും വന്നില്ല. തലക്കടിയേറ്റ പോലെ നിൽക്കുന്ന സഹദേവനെ നോക്കി വസുമതി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. എന്നാലും ഞാനത് ദുഷ്ടൊന്നുമല്ല കേട്ടോ. സാഹുവേട്ടൻ്റെ 1-2 ഷർട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സാഹുവേട്ടൻ നെഞ്ചിൽ പതിയും തള്ളിക്കൊണ്ട് വാസു കൈ ചൂണ്ടിടത്തേക്ക് നോക്കിയ സാഹു കണ്ടു. കളർ പോയി, ഇനി ഇടാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് താൻ മാറ്റിവെച്ച പഴയ 2 ഷർട്ടുകൾ. സാഹുവേട്ടാ നോക്കിൽക്കാ വേറെ റെഡിയാവ്. അതും പറഞ്ഞ് തിരിഞ്ഞടക്കുന്ന വസുമതിയെ ദയനീയമായി നോക്കിയെന്ന് സാഹു. എന്നാലും വസു, എൻ്റെ ആ നീല ഷർട്ട്. അടുക്കളയെത്തിയ വസുമതിയുടെ കണ്ണുകൾ ചില്ലരമാരിൽ ഒഴിഞ്ഞിടക്കുന്നിടത്തെത്തി. പക അത് വീട്ടാനുള്ളതാണ്. മറ്റെന്തു ഈ വസു സഹിക്കും? കൈ പോലും എടുക്കാതെ കൊണ്ടിടുന്ന എൻ്റെ പാത്രങ്ങൾ. പിന്നെ ദേഷ്യം അടക്കാനാതെ വരുമ്പോൾ എന്തെങ്കിലും എടുത്തരാനായി കൈ ധരിക്കുമ്പോഴൊക്കെ എലി കരണ്ട് പോലെ തലങ്ങും വിലങ്ങും വെട്ടിയിട്ട ഷർട്ടിന്റെ കഷ്ണങ്ങൾ സഹദേവന്റെ ഉള്ളിൽ തെളിയും. കണ്ണെന്ന് ഇറക്കിയടിച്ച് മുഷ്ടിയുരുട്ടി സഹദേവൻ ദേഷ്യം നിയന്ത്രിക്കും. നരച്ച 2 ഷർട്ടും ഇട്ട് ദിവസങ്ങളോളം ജോലിക്ക് പോയേണ്ടി വന്ന ദിനങ്ങൾ സഹദേവന്റെ ഓർമ്മയിലുണ്ടല്ലോ.